അലമാകെ പുകഴ്ത്തും തിരുദൂതരെ അന്ത്യനാളി ശഫാഅത്തുടയവരെ ആദിയോന്റെ ഹബീബായി വന്നവരെ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി ഖുറൈശിൽ വിരിഞ്ഞൊരു മലരാണ് കുതിരത്തിന്റെ ഉടയോന്റെ നബിയാണ് ഖുർആനിൽ വഴി തന്ന കമറാണ് ഹക്കിൻ കലിമത്തിൽ ഉറപ്പിച്ച സയ്യിദാണ് ഖുറൈശിയിൽ വിരിഞ്ഞൊരു മലരാണ് കുതിരത്തിന്റെ ഉടയോന്റെ നബിയാണ് ഖുർആനിൽ വഴി തന്ന കമറാണ് ഹക്കിൻ കലിമത്തിൽ ഉറപ്പിച്ച സയ്യിദാണ് ഇന്ന ബൈതൻ ഒന്നിച്ചൊന്നില്ല ഇന്ന പറ്റ ഇത് എണ്ണത്തിൽ എല്ലാവർക്കും ചെല്ലാം പാട്ടുപാടില്ല രീതി പാടിക്കട്ടെ കൂടി പാടിക്കട്ടെ ഈ ശ്രുതി ഒത്തിക്കില്ലെങ്കിൽ മൈക്കൊന്ന് വിട്ടുപിടിച്ചാൽ മതിയല്ല കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും ഇന്ന ബൈത്തൻ എല്ലാവരും ഒന്നിച്ചങ്ങ് പാടാൻ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി അംബിയാക്കളിലാജ സയ്യിദരെ അലമാകെ പുകഴ്ത്തും തിരുദൂതരെ അന്ത്യനാളി ശഫാഅത്തുടയവരെ ആദിയോന്റെ ഹബീബായി വന്നവരെ ചൂടാക്കിയ ചെമ്പ് വെളിച്ചു തരുന്ന സാധനങ്ങളല്ലേ ഇന്ന ബൈതൻ അൻത إن بيتا أنت ساكنه ليس محتاجا إلى السرج صل رب العالمين على سيد الكونين والسرج എവിടെ തങ്ങിക്കിടക്കാം ഒന്ന് പൊടി തട്ടിയാണ് കിട്ടും എവിടെ പഠിക്കുന്ന എവിടെ എവിടെ കിളിപ്പുറം പേരെന്താ പറഞ്ഞ മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ആരിഫ് നേരത്തെ നമ്മൾ ഓർക്കും മുഹമ്മദ് ബർപ്പര് ബൈത്തിലിരിക്കുന്നത് അപ്പം ഇവർക്ക് ചെല്ലിക്കുന്നൊക്കെ ഒരു ഐതിഹ്യമില്ലേ محمد بن عبد الله ويا قارئ كتاب الله عليك القبة الخضراء تجاهد في سبيل الله توسلنا ببسم الله وبهادي رسول الله وكل مجاهد لله وأكرم البدر يا الله يعرفون بيرغلكم يا سيد شيخي يعرف الله الله أحمد الكبير روضي يا سيد വ്യാപ്തിയുള്ള പേരാണ് ആരിഫ് എന്നത്. ഏതെല്ലാം ആ വരി നമുക്ക് കണ്ടെത്താം, ബാക്കി പിന്നെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏതായിരിക്കും വരി? കോയിടമുള്ളോട് കൂകെന്ന് ചൊന്നാരെ കൂഫാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവ. കൂഫാദ് എന്നല്ലേ? ആ കൂഫാദ് ഓട്ടത്തിൽ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാത്തിൻ്റെ അവസാനം പിടിക്കും. ഇവരെ പ്രത്യേകതല്ലോ ലാസ്റ്റ് നോക്കിയിട്ട് മറമ്പത്തിലങ്ങ് പിടിക്കുക. ഇൽമും യൂസുൽ യൂറഫ് ബിഅഹ്വാൽ അവാഖിരിൽ കലിമ. കലിമത്തിൻ്റെ അവസാനം നോക്കിയിട്ടാണ്, അവിടെ മർമ്മം നോക്കിയിട്ടാണ് പിടിക്കുക. ഏതായാലും കൂഫാദ് എന്ന് മാറ്റി കൂസാദ് എന്നാക്കിയാൽ ബാക്കിയൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ആരിഫ് ഉസ്താദ് പറഞ്ഞ ഉത്തരം നമുക്ക് ശരിവെക്കാം. എങ്ങനെ കൈയോർത്ത തക്ബീറോട് കൈത്ത പോലെ തക്ബീർ. കുഴിയുടെ മുള്ളോട് പുകന്ന് ചെന്നാരേ കുസാദെ തൂങ്ങിപ്പിച്ചു വിട്ടോവ. തീരും പേരും
സ്തുതിയും സലാവാത്തു അതിനാൽ തുടങ്ങുവാൻ ചെയ്ത വേദാമ്പ. സങ്കര ഭാഷയും കൂടി ഉണ്ടല്ലേ, ബഹുഭാഷ പണ്ഡിതനാണ് ഇത് രചിച്ച അല്ലേ? ആരാ രചിച്ചത്? മോയിൻകുട്ടി വൈദ്യരാണ്, ഉറപ്പല്ലേ? മോയിൻകുട്ടി വൈദ്യരാണ് ഗീതിമാല രചിച്ചെന്നുള്ള സംശയമില്ല. കാരണം മോയിൻകുട്ടി വൈദ്യരുടെ കാലഘട്ടം എന്നുള്ളത് 1852 1892. ഗീതിമാല രചിച്ചിട്ടാണെങ്കിൽ ഏകദേശം 400 ചില്ലാണ് വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതേതായാലും നമുക്കത് കണക്കൂട്ടി നോക്കാം. ഏതായാലും രചിച്ചത് ആരാന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി, അടിച്ചു നോക്കിയാൽ കിട്ടുമല്ലോ അല്ലേ? ഇപ്പം കുഞ്ഞ് പറഞ്ഞാൽ ഊക്കം കൊണ്ട് തരില്ല, നോക്കി കൊടുത്താൽ മതി. ഏതായാലും ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു ഇതിന്റെ രചയിതാവ്. അതാരെന്ന് നിങ്ങൾ കണ്ടെത്തണം അല്ലേ? മുൻകൂട്ടി വൈദ്യരനാവാൻ ചാൻസ് നോക്കട്ടെ. അത് നമുക്ക് ഒരുക്കി വിട്ടു. അല്ല തിരു ആ ഒരൊറ്റ പദം നോക്കിയാൽ മതി. രചയിതാവിന്റെ ഭാഷാ പാണ്ഡിത്യം തിരു എന്നുള്ള ഒരൊറ്റ പദം എടുത്ത് നോക്കിയാൽ മതി. തിരു എന്നുള്ളത് മലയാള ഭാഷയിൽ ശ്രേഷ്ഠപദ സൂചനാക്ഷരമാണ്. എല്ലാവരും ഉപയോഗിക്കാൻ പറ്റൂല. അതിന്റെ പിറകെ വരുന്ന പദം അത്രയും വർണ്ണിക്കപ്പെട്ടതായിരിക്കണം. അതാണ് നമ്മൾ പറയില്ലേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിയാസ് വേദിയിലേക്ക് വരുമ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, തിരു നിയാസ് കാന്തപുരം വേദിയിലേക്ക് വരുന്ന അപ്പം മനസ്സക്കാവ് പറയാവൂ, ഇത്ര പെടക്കേരിയാണ്. അതിന്റെ കൂടെ തിരു എന്ന പദത്തിന്റെ കൂടെ പേര് ചേർക്കുക എന്നുള്ളത് സംസ്കൃത സാഹിത്യ ശൈലിയാണ്. അതാണ് മുഹിദ്ദീമാലയുടെ രചയിതാവ് മോയിൻകുട്ടി വൈദ്യരല്ലാത്ത ഖാദി മുഹമ്മദ് തങ്ങള് തന്റെ മാലിയുടെ തുടക്കത്തിൽ കൊണ്ടതാണ്. സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ. മുട്ടിക്കാനാട്ടോ ബേസ് പിച്ച് തന്നെ കൊണ്ടാന്നല്ല മാഷാ മനസ്സിലാക്കിക്കോളും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് പഴയതും പുതിയതുമായ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നല്ലൊരു ശൈമാല ഇൻഷാ അല്ലാഹ്. അതാണ് ഇവിടെ നിന്ന് തിരിഞ്ഞടിച്ച് തോന്നിക്കും അല്ലേ? മൊബൈൽ തപ്പറ തോന്നി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തോമാനൊരു ബിസ്മില്ലാഹ് അള്ളാഹു റാഹത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഖാദി മുഹമ്മദ് തങ്ങളാണ് നമ്മളെ ഓർപ്പിച്ചത്. നോക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതൊരു വേറിട്ട സംഭവമാണ്. പഴയതും പുതിയതും എല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയും, മത്സരാർത്ഥികളുടെ മോയിൻകുട്ടി വൈദ്യരുടെ കാലഘട്ടം എന്നുള്ളത് 1852 1892 40 വയസ്സാണ് ആകെ വൈദ്യർ ജീവിച്ചത്. വൈദ്യരുടെ ചില വരികൾ ശാദത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ആലാപന വേളയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഹബീബിനാ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ചാരയിൽ നിന്നുകൊണ്ട് കവിത ചൊല്ലുകയും ആ കവിതയിലൂടെ തന്റെ ആവശ്യങ്ങൾ മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയും, എന്താണ് ആവശ്യം എൻ്റെ ഹബീബ്, ഞാൻ എവിടെയാണെങ്കിലും ഏത് ദീർഘദൂര യാത്രയിലാണെങ്കിലും എൻ്റെ റൂഹിനെ ഞാൻ ഇവിടേക്ക് പറഞ്ഞേക്കാറുണ്ട്, റൗളയിലേക്ക് പറഞ്ഞേക്ക് മാത്രമല്ല എൻ്റെ റൂഹ് ഈ റൗളയുടെ തിരുഭാഗങ്ങളിലെല്ലാം തന്നെ ചുംബിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ റൂഹ് ഉൾക്കൊള്ളുന്ന ശരീരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്. അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കരം എനിക്കൊന്ന് നീട്ടിത്തരണം, അതെനിക്ക് പിടിക്കണം, ചുംബിക്കണം എന്ന് എൻ്റെ ആവശ്യം ആ റൗളയുടെ ചാരി നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കരം നീട്ടിക്കൊടുക്കും. അത് പിടിക്കാനും ചുംബിക്കാനും ബാക്കി കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനുഷ്യ ആരെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം ഈ ഇശലിന് ശേഷം.